ഹായ് ഫ്രണ്ട്സ്, പർജ് ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അൺവാണ്ടഡ് ലെയേഴ്സിനെ റിമൂവ് ചെയ്യുക, ഫയൽ സൈസ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. ഗൾഫ് ഡ്രോയിങ്സിലൊക്കെയാണ് നമ്മൾ ഈ കൂടുതലായിട്ട് ഈ പർജ് ടൂളിന്റെ യൂസ് വരുന്നത്. എങ്ങനെയാണ് പർജ് ടൂൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കിന്ന് നോക്കാം. പർജ് ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് AutoCAD ഓപ്പൺ ആക്കിയതിന് ശേഷം എൻ്റർ പറഞ്ഞ് ഒരു 6 ലെയേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ലെയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ലെയേഴ്സ് എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പർജ്. പർജിൻ്റെ ഷോർട്ട് കീ PU എൻ്റർ ആണ്. ദെൻ അതിന് ശേഷം ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ പർജ് ഓൾ പറയുക. ദെൻ പർജ് ഓൾ ചെക്ക്ഡ് ഐറ്റംസ്. ദെൻ ക്ലോസ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും എൻ്റർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ലെയേഴ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനും അൺയൂസ്ഡ് ഐറ്റംസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാനും സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.